എടാ പാപ്പി, നീ ഇങ്ങനെ പുറംതിരിഞ്ഞ് കോഴിയെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. ചിട്ടിക്കാശ് തിരിച്ചു മറിച്ചിട്ടോ ഞാൻ നിനക്ക് പലിശയ്ക്ക് കാശ് തരുന്നത്. എന്റെ പൊന്നു സുഗന്ധി, മുതലാളി ഇതുവരെ വന്നിട്ടില്ല. കട തുറക്കണം. ഞാൻ ഗോഡൌണിൽ പോയി ചാവി എടുത്തിട്ട് വരാം. അപ്പൊ തരാം കാശ്. എന്റെ ഇവിടുന്ന കാശ് എന്താടാ വിളിക്കുന്നേ? അല്ല, ഈ പടം വരച്ചവര് സമ്മതിക്കണം. കാണാൻ എന്ത് ചന്തം എന്നെ പോലെ. അത് ശരിയാ. നിന്റെ ഈ പല്ലും ആ കോഴിയുടെ കൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുന്നേ. നല്ല ചന്തം. ഇരട്ടകളാന്നേ പറയൂ. അമ്മ എവിടെ നിൽക്കുവാണോ? ഞാൻ എവിടെ എല്ലാം അന്വേഷിച്ചു. നീ ഇവിടെ നിൽക്ക്. ആ പാപ്പി കുറച്ച് കാശ് കൊണ്ടുവരും. അത് വാങ്ങിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ശരി അമ്മ. എന്റെ പിരി ഇതുവരെ തീർന്നിട്ടില്ല. പാപ്പി വന്നിട്ട് പോയത് തന്നെ. മുതലാളി വന്നില്ലേ? എവിടെ? ഇതുവരെയായിട്ട് കട പോലും തുറന്നിട്ടില്ല. മുതലാളിയെ കണ്ടേ പറ്റൂ. പളനി, മുതലാളി കാണണമെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് പറയണേ. മുതലാളിക്ക് മുതലാളി തിരക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നെ തിരക്കാൻ ആളില്ല. തിരക്കാൻ പറ്റിയൊരു മുതല് മുപ്പല്ലി മോനൻ. അപ്പച്ചൻ എന്നോട് ക്ഷമിക്കണം. ഇന്ന് ഇച്ചിരി വൈകിപ്പോയി. കാരണം അപ്പച്ചൻ അറിയാലോ, ഇന്നെന്റെ അച്ഛൻ മരിച്ച ദിവസമല്ലേ. രാവിലെ തന്നെ അച്ഛന് ബലിയിട്ടു. അപ്പച്ചൻ വിഷമിക്കണ്ടാ. ഇതൊക്കെ ചുമ്മാ നാട്ടുകാരെ കാണിക്കാനല്ലേ. അയ്യോ, ഇതേ പിന്നെ വൈകി. ചന്ത ഉടങ്ങി കാണും. അപ്പച്ചാ ഒന്ന് വിരിച്ചേക്കണേ. അപ്പൊ ശരി എന്നാ. എന്തൊരു ചൂടാണ് ഈ അപ്പച്ചൻ എങ്ങനെ ഇന്നത് കിടക്കണത്? അമ്മച്ചില്ലാത്തോണ്ടായിരിക്കും. മുതലാളി, ഇവിടെയും കൂടി കണ്ടില്ലായിരുന്നെങ്കിൽ സൈക്കിൾ വെട്ടി എന്റെ ഊപ്പാട് വന്നേനെ. എന്താടാ ഇതെന്താ ഈ നേരത്ത് ഇവിടെ? നിനക്കറിയില്ലേ, എന്റെ അപ്പന്റെ കല്ലറ തിരികെത്തിക്കാൻ വന്നടാ. അതൊന്നും രാവിലെ അല്ലേ വരാറ്? രാവിലെ വെളിയിടാൻ വേണ്ടി പോയില്ലേ? ഇന്നെന്റെ അച്ഛൻ മരിച്ച ദിവസമല്ലായിരുന്നു. അത് കൊള്ളാം. അഡ്രസ്സിലെ തന്തയെ അച്ഛാന്നും ഒറിജിനൽ തന്തയെ അപ്പാന്നും വിളിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ലോകത്തിലെ ഒരേ ഒരു പുത്രൻ അതെന്റെ മുതലാളി തന്നെ ആയിരിക്കും. ആ പിന്നെ മുതലാളി എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. ആര്? പുട്ട്. പുട്ടോ? ആ പുട്ടറിയാൻ പോകുന്ന പെൺകൊച്ചില്ലേ, നമ്മുടെ സുഗന്ധിയുടെ മോള്. മഞ്ജുള, നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അപ്പൊ ഇന്ന് മുതലാളിയെ കടയിലേക്ക് നോക്കണ്ട. നീ അങ്ങനെ പറഞ്ഞു? മഞ്ജുള കൊച്ചു തിരക്കുന്ന ദിവസങ്ങളിൽ മുതലാളിക്ക് അങ്കപ്പുറപ്പാടാണല്ലോ. അവളുമായിട്ടുള്ള അങ്കൊക്കെ എപ്പോഴേ കഴിഞ്ഞാടാ. ഇനി കുറിക്കാനുള്ള എന്റെ 100ാമത്തെ അങ്ക. എന്നാ അതിന് പറ്റിയൊരു 1.5 അങ്കത്തട്ട് ഒത്തു വന്നിട്ടുണ്ട്. എവിടെയാടാ? ഈ മണിമലയിൽ തന്നെ. ശരി മുതലാളി. ഒരു തോടെ പോയതെല്ലാം പൂളാമാരെന്ന് പറയണത് എത്ര ശരിയാ. കോഴിമാത്തന്റെ അല്ലേ വിത്ത്. മനോരേട്ടാ, ഈ തെങ്ങ് ചെത്താനും കള്ളെടുക്കാനും ഒക്കെ ആരാ പഠിപ്പിച്ചെന്നേ? ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കണോ? ഇതൊക്കെ എന്റെ തലയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പൊ ഈ ചെളിയും മനോഹരന്റെ തലക്കുള്ളി നല്ല വരുന്നേ. വെറുതെ അല്ല എല്ലാരും മനോഹരന്റെ ചെളിത്തലേന്ന് വിളിക്കുന്നത്. വേണ്ട വേണ്ട, ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല മനോഹരമായ സ്ഥലം ഈ മണിമല. അതെ അതെ. പിന്നെ ഇവിടുത്തെ മാർക്കറ്റൊക്കെ എവിടെയാ? മാർക്കറ്റ് ഇവിടെ അടുത്താ. വന്നല്ലോ, ഇവരെ പിടിച്ചാ മതി. മക്കളെ, നമ്മുടെ മാർക്കറ്റൊക്കെ ഒന്ന് കാണിച്ചു. ഞാൻ രാജപ്പൻ, ആ വീട്ടിലുള്ളതാ. പിന്നെ കാണാം. മോളുടെ പേരെന്താ? ഞാൻ ഗൗരി, ഇത് ശങ്ക്. നിന്റെ വീടിന്റെ അടുത്ത് പുതിയ വാടകക്കാരില് ഒരു കിളിയുണ്ടാ? ആണോ? ആളെ നിങ്ങൾ കണ്ട? പിന്നെ കാണാതെ എന്നാ ഇപ്പൊ തന്നെ പോ. ഈ കോലത്തില നീ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. അതിലെ കടച്ചെടുക്കാണല്ലോ. ഇവിടുന്ന് ആരും കാണാനില്ല. നെല്ല് പത്തായത്തിലുണ്ടെങ്കിലേ എലികളങ്ങ് വയനാട്ടിൽ നിന്ന് വരും. എന്താണ് ഇവിടെ? ഇവിടെ പത്രം ഇടണമെന്ന് ചോദിക്കാൻ വന്നാ ഞങ്ങള്. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വായി നോക്കാൻ വന്നല്ലേ? അല്ലേടാ, മുഷ്യന്മാര് വന്ന വഴിക്ക് പൊക്കോണം. ഇനി ഏരിയ കണ്ടുപോകരുത്. അവരിവിടെ ഇല്ല. മാർക്കറ്റിൽ പോയിരിക്കാം. പോടാ പോടാ. ഇവന്റെ ഒരു മണ്ടനാന്ന് തോന്നേ. അവരിവിടെ ഇല്ലാന്ന് പറഞ്ഞ പോരെ, മാർക്കറ്റിൽ പോയെന്ന് പറയണോ? അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ലേ അവര് മാർക്കറ്റില്ലാന്ന്. ഇതാണ് ഞങ്ങളുടെ മണിമലയിലെ മാർക്കറ്റ്. ഇന്ന് ചന്തോസമായോണ്ട് നല്ല തിരക്കാ. മോളെ, ഇവിടെ മൺകലങ്ങൾ കിട്ടുന്ന സ്ഥലം എവിടെയാ? ആ ഗൗരിയുടെ കൂടെ ഉള്ള അച്ഛമ്മയുടെ കടയിൽ ചെന്നാ ഇഷ്ടം പോലെ കിട്ടും. അല്ല ചങ്കേ? തുളസി, മോൾക്ക് എന്തൊക്കെ വാങ്ങിക്കണം പറഞ്ഞില്ലേ? ഇവിടെയും കൂട്ടി ചെന്ന് വാങ്ങിച്ചോണ്ട് പോവാ. ശരി മുത്തശ്ശി. കണ്ടിട്ട് വളയുന്നാണെന്ന് തോന്നുന്നു. ചേച്ചി, ഗൗരിമോളെ വിളിച്ച് എന്തെങ്കിലും ചോദിച്ച് നമുക്ക് അവളെ പരിചയപ്പെടാം. ഗൗരിമോളെ, ഈ ചേച്ചി ആരാ? നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. മക്കളങ്ങോട്ട് ചെന്ന് നീ ഇങ്ങോട്ട് വന്നടാ. എന്താ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ പെങ്കൊച്ചി ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. കേട്ടോടാ, പോടാ. ഒന്ന് ലൈൻ അടിക്കാൻ സ്വന്തം തന്ത പാരയാവുന്ന ഒരേ ഒരു പുത്രൻ ഞാനായിരിക്കും.
എടാ ഇതുവരെ പോയില്ലേ? മണ്ടനാന്ന് വിചാരിച്ച നമ്മളാ മണ്ടന്മാര്. ചെല്ല്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇന്നിനി നമ്മുടെ പിന്നെയും നാളെ മാറുമെന്ന് തോന്നുന്നില്ല. പകലല്ലേ കുഴപ്പം, പാതിരി ആവട്ടെ. വാ. മഞ്ജുളക്ക് കരൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ തരാട്ടോ. അയ്യടാ കരള് തരാൻ പറ്റൊരു മുതലും നിന്റെ കരൾ ഇട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? അയ്യോ എന്റെ കരളല്ല, കോഴിയുടെ കരള് തരാനാ. നിന്റെ കോഴി മുതലാളിയുടെ കരൾ എനിക്കുണ്ട്, അത് മതി. 8 കുത്തി പ്ലസ് 6 കുത്തി അപ്പൊ 2. ഇവളിതുവരെ പോയില്ലേ? മുതലാളി ഇതല്ലോ. ആ ഗിരിയേട്ടാ എനിക്ക് നാളെ എറണാകുളത്ത് സ്റ്റേറ്റ് ടീമിന് ട്രയൽസിന് പോണം. ഒന്ന് കൂടെ വരുമോ പ്ലീസ്? ഞാൻ വരാം, നീ പോ. ഞാൻ തനിച്ചേ ഉള്ളൂ, വരാതിരിക്കല്ലേ. ശരിയാവില്ല. മുതലാളി പോയല്ലോ അല്ലേ? ഒരു മണിയല്ലേ കോഴിനെ പോയി കുളിപ്പിക്കും. പിന്നെ ഞാനേ കുളിക്കുന്നില്ല, പിന്നെ കോഴിനെ കുളിപ്പിക്കുന്നു. മുതലാളി അങ്കത്തട്ട് എത്തിയിട്ടുണ്ട്. ആഹാ ഗൗരിമോളെ, ഇതാരാ? മണിമലയിൽ കണ്ടിട്ടില്ലല്ലോ. കണ്ണചേട്ടന്റെ വീടിന്റെ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ തുളസി ചേച്ചി. 100ാമത്തെ അംഗത്തിന് തയ്യാറായിക്കോ മുതലാളി. സെഞ്ചുറി അടിക്കാൻ പറ്റിയ ഗ്രൗണ്ടാ ഞാൻ ഈ പറഞ്ഞ അങ്കത്തട്ട്. ഇപ്പൊ ഈ മാർക്കറ്റിലുണ്ട്, എനിക്ക് ചെലവുണ്ടേ. മുതലാളി എങ്ങോട്ടാ? നിനക്കൊരു പെണ്ണ് കാണാൻ പോവാ. അപ്പൊ ഞാൻ വരണ്ടേ? നീ വന്നാ പെണ്ണ് ചത്തൂല്ലേ? ജനിച്ചപ്പം പല്ലില്ലാത്ത നന്നായി ഉണ്ടായിരുന്നെങ്കിൽ. ഇത് ഗൗരിമോൾക്ക് ചെയ്യും കണ്ടോ? ഇതൂടി ഇട്ടാ സുന്ദരിയാവും. അപ്പൊ ഞാൻ സുന്ദരി ആയിരുന്നില്ലേ? അത് നേരത്തെ, ഇപ്പോ അതിസുന്ദരി. ഇഷ്ടപ്പെട്ടോ? ഇത് മതി. അതാണ് ഞാൻ പറഞ്ഞ അങ്കത്തട്ട്. എങ്ങനെയുണ്ട്? ഇനി മുതലാളി ഐശ്വര്യമായിട്ട് അംഗം തുടങ്ങിക്കോ. അങ്കല്ലടാ, മാമാങ്കം. ഒരു മാമാങ്കം തന്നെ നടത്താൻ പോവാ ഞാൻ. അതൊരു ദൈവം തന്ന സമ്മാനമാണ്, എന്റെ ഉടവാണ്. അയ്യോ, അതിന് മുതലാളി വാള വയ്ക്കാൻ പോവേണോ? വാള വയ്ക്കാൻ പോവലടാ, എനിക്ക് ദൈവമായിട്ട് തന്നേക്കണ ഒരു അസുഖമില്ലേ? അത് ഞരമ്പ് രോഗമല്ലേ? എടാ ചുഴലിദീനം, അത് ഇന്ന് ഇവിടെ നലക്കാൻ പോവാ. അതിലൂടെ കിട്ടുന്ന സിമ്പത്തിലൂടെ സിമ്പിളായിട്ട് ഞാൻ അവളുടെ മനസ്സിൽ കയറി പറ്റും. നോക്കിയോ, കഴിഞ്ഞ ദിവസത്തെ പോലെ ഓടിക്കളയരുത്. ഞാൻ ചങ്ങിന്റെ കടയിൽ എപ്പോഴും വരുന്നതാ. അപ്പൊ ഇനി എന്നും ഗൗരവനെ കൂട്ടി വരാല്ലേ? അതെ. അയ്യോ, ദേഹത്തിട്ടല്ലേ? വേദനിച്ചോ? അറിയാതെ പറ്റിപ്പോയതാ. ചേച്ചി എന്തെങ്കിലും പറ്റിയോ? അയ്യോ മോളെ. അയ്യോ കൊച്ചു മുതലാളി, മുതലാളി, കൊച്ചു മുതലാളി, മുതലാളി. അയ്യോ ചുഴലിയാ. പേഴ്സ് തുറന്ന് നീ വേഗം താക്കോൽ എടുക്ക്. ആ താക്കോൽ കൈ കൊടുക്ക്. ഗിരീട്ടാ എനിക്ക് അയ്യോ നിങ്ങളെന്നെ കയറി പിടിച്ചത്? അല്ല മുതലാളിക്ക് അസുഖം വന്നപ്പോ വീണപ്പോ ഗിരീട്ടിന് വല്ലതും പറ്റിയോ? ഇതിൽ കൂടുതൽ എന്നാ പറ്റാനാ? അപ്പൊ നിങ്ങൾ പറ്റിക്കാണും. ഒന്ന് പോയി തരാതെ ഇഷ്ടം കൊണ്ടല്ലേ ഗിരീട്ടാ? നിങ്ങളൊരു കാര്യം ചെയ്യ്, തള്ളെ മുഴുവൻ കൂടെ എന്നെ വലിച്ചാ കീറ്. അതല്ലെങ്കിലും അങ്ങനെയാ. പാലം കിടക്കോളം നാരായണ, പാലം കടന്ന് വാടി ഇങ്ങോട്ട്. ഇനിയും ചുഴലി വരും, അപ്പൊ ഞങ്ങളുടെ പട്ടി വരും. ഇനി പട്ടിനെ കടിക്കാത്ത കുഴപ്പമുള്ളൂ. ഇതായിരുന്നോ മുതലാളി പറഞ്ഞ മാമാങ്കം? എടാ, മണിമലയിലെ പുതിയ ഇറക്കുമതി എന്നെ ഒന്ന് താങ്ങിയെടുക്കാനാ ഞാൻ ഈ പണി കൊപ്പിച്ചത്. അത് കയറ്റിപ്പോയി. ഗതികെട്ടവ് മൊട്ടയടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് കേട്ടിട്ടില്ലേ? ഈ കല്ലുമഴ ഞാനൊരു പനിനിർമഴയാക്കും മോനെ. നല്ല സട്ടിക്കുടിക്കാലം, നല്ല ചൂളയ്ക്ക് വെച്ച് വെന്ത കാലം, തട്ടിയാലും മുട്ടിയാലും പൊട്ടില്ല. രുക്മിണി അതവിടെ വെച്ചിട്ട് നല്ല മീൻചട്ടി ഉണ്ടോ നോക്ക്. ഇന്ന് നല്ല ചേലാണല്ലോ. ചേച്ചി അതാണ് ചങ്ങിന്റെ ചെമ്മയുടെ കലങ്കട. സാറേ, 2 മീശമ്മ ടച്ചിങ്സ് വെക്കാൻ പറ്റിയ സാധനം. ഒന്നും വേണ്ടടോ, താൻ 2 മീൻചട്ടി എടുക്കും. മീൻ ചട്ടിയാണ് വേണ്ടെങ്കിൽ മീൻ ചട്ടി തരും. നല്ല പരന്ന ചട്ടിയാ, മീൻകറി വയ്ക്കാൻ ബെസ്റ്റാ. തട്ടിയാലും പൊട്ടൂല, മുട്ടിയാലും പൊട്ടൂല. അതേ നോക്കാം. തട്ടിമുട്ടിന്നൊക്കെ ഇരിക്കും, പൊട്ടിന്നിരിക്കും. നീ തട്ടിക്കാനും മുട്ടിക്കാനും നിക്കാണ്ട് ഇന്നത്തെ കച്ചവടത്തിന്റെ കാശ് എന്നിട്ട് ഇറങ്ങി പോടാ. തരുമല്ലോ, എന്ത് തരുമല്ലോ? കാശ്. അതാണ് ചങ്ങിന്റെ അച്ഛൻ, ഭയങ്കര കള്ളുടിയനാ. ഇത് ഇവിടെ വെച്ചോ. അയ്യോ എന്തൊരു കണക്ക്. തേച്ച് പിടിച്ചു. ഇതെന്തോടാ? എന്തോന്നാണ്? മരുന്ന് ബില്ല്. എന്ത് മരുന്ന്? ബിവറേജിലെ ബില്ല് തള്ളേ. നിന്റെ അപ്പനുണ്ടായി കൊടുക്കണം. അങ്ങനെ ചത്തോയില്ലേ?
അല്ല അതിനെങ്ങനെയാ നിന്റെ തല കണ്ടതോടുകൂടി എന്നെ ചത്തു. കാണിച്ചു തരാൻ തള്ളേ. ഇന്നത്തെ കച്ചവടത്തിന്റെ കാശ് മുഴുവൻ കള്ളു കുടിച്ച് തീർത്തു. എന്റെ മോനാണ് സാറേ, എന്നും ഇത് തന്നെയാ പരിപാടി. കുടിച്ചു കണ്ട് വരിക, കലങ്ങൾ തല്ലി പൊട്ടിക്കുക. സാഹി കടുമ്പോ ഞാനും കണ്ടു പൊട്ടിക്കും. മിണ്ടാൻ വയ്യാത്തൊരു ചെറുക്കനുണ്ടെന്നുള്ള ബോധം പോലും അവനില്ല. മുതലാളിയല്ലേ പറഞ്ഞേ കമോൺ ഫോളോ മീ. കമോൺ ഫോളോ മീ എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നുവരെ പോകാനല്ല, എന്നെ ഫോളോ ചെയ്യാനാ പറഞ്ഞത്. പോലീസുകാർ കാണിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഓർത്ത് കയറി പോകാനായിരിക്കുമെന്ന്. ഓ എടാ, നമ്മൾ ഇവിടെ വന്നേക്കട എന്തിനാന്നോ നമ്മളൊക്കെ ആരാന്നുള്ള വല്ല നിശ്ചയോടോ നിനക്കൊക്കെ? സംശയമുണ്ടോ? ഞാൻ പാപ്പി. ഞാൻ പല്ലസുതി. പളനി. മുതലാളി തന്നെയല്ലേ ഇത്? എടാ എടാ, നമ്മളിവിടെ വന്നേക്കണത് സെർച്ച് ചെയ്യാനാണ്. സെർച്ച് ചെയ്യുമ്പോൾ ടോർച്ചിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓ എടാ, നിങ്ങൾ 3 പേരും 3 സ്ഥലത്ത് പോയി നിൽക്കണം. നീ ഒരു കാര്യം ചെയ്യണം, നീ ആ മെയിൻ സ്വിച്ചിന്റെ അടുത്ത് പോയി നിൽക്കണം. എന്നിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യണം. മനസ്സിലായി? അതൊക്കെ ഞാൻ ഏറ്റവും മുതലാളി. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? മെയിൻ സ്വിച്ചിന്റെ അവിടെ എനിക്കൊരു ലൈറ്റ് കത്തിച്ചിട്ട് കയറണം. എന്തിനാണ്? എനിക്ക് ഇരുട്ടത്ത് നിൽക്കാൻ പേടിയാണ്. അയ്യോ, ലൈറ്റ് വേണ്ട, എന്റെ ബൾബ് കത്തി. മുതലാളി ഞാൻ അവിടെ പോയി നിന്നാലോ? എന്നെ ആകുമ്പോൾ ആരും കാണത്തില്ലല്ലോ. എടാ, നിനക്ക് നിന്നെ തന്നെ കാണാൻ പറ്റില്ല, പിന്നെയാടാ നാട്ടുകാർ നിന്നെ കാണുന്നത്. എന്റെ മുതലാളി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അങ്ങനെ ചോദിച്ചു. ആ കാണുന്ന ഡോറ് നീ അവിടെ പോയി നിൽക്കണം. ആരെങ്കിലും വന്ന് ഡോറ് തുറക്കുവാണെങ്കിൽ നീ അവരെ നോക്കി ഒന്ന് ചിരിക്കണം. അപ്പൊ തന്നെ ഒരു ബോധം കിട്ടും. മനസ്സിലായി? ഇന്നാളെന്റെ ഒരുമിച്ച് തട്ടിപ്പോയതിന്റെ ചിരി കണ്ടിട്ടങ്ങനാണ്. ഒന്നുമില്ല, ഞാൻ എന്തായാലും ഉമ്മറത്ത് കിടപ്പുണ്ട്. അത് ശരി. അപ്പൊ പെണ്ണിനെ കാണാൻ വന്നതല്ല, ഇവിടെ കിടക്കാൻ വന്നതാണോ? എടാ, ഞാൻ മുതലാളിയല്ലേ, എനിക്ക് എന്റേതായ ഐഡിയസ് ഉണ്ടാവില്ലേ? കാണുമ്പോൾ മനസ്സിലാവും. നീ കടലിലെ കോട്ട നിന്നെ കാണിച്ചു തരാം. എന്റെ മുതലാളി വാ, നമുക്ക് അങ്ങോട്ട് പോന്ന്. എന്തായാലും വന്നത് വെറുതെ ആയില്ല. ഇഷ്ടം പോലെ കോവയ്ക്കുണ്ട്. ശരി ശരി, മുതലാളി കിടന്നു. അയ്യോ, ആരെങ്കിലും കേൾക്കും. പേടിപ്പിക്കണ്ട. ആ പെൺകുട്ടിയുടെ റൂം ഏതാന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ട് അവളെ സംസാരം ഒളിഞ്ഞെന്ന് കേൾക്കാം. എന്തേലും ഒന്നും കിട്ടായിരിക്കില്ല. എന്നിട്ട് അത് വെച്ച് നമുക്കവളെ പരിചയപ്പെടാം. അവര് ലൈറ്റ് ഓഫ് ആക്കി ഉറങ്ങി കാണും. ഇനി എന്ത് സംസാരം കേൾക്കാനാ? അത് സാരില്ല, എന്തേലും ഒന്നും കിട്ടായിരിക്കില്ല. പളനിയല്ലടാ അത്. ഈ വേട്ടവളേന് ഇവിടെ എന്താ കാര്യം? കണ്ട അവിടെ പളനി, ഇവിടെ പാപ്പി. അപ്പൊ ഇവിടെ ഗിരിരാജനും വന്നിട്ടുണ്ടാവും. അവരിവിടെ നോട്ടിച്ചാലേ നമ്മുടെ കാര്യം നടക്കൂ. ഇനി വല്ല കരിക്ക് കിട്ടുമെന്ന് നോക്കാം. അയാൾ പോയി. നമുക്ക് ഈ ജെല്ലി തട്ടി ശബ്ദം ഉണ്ടാക്കാം. വീട്ടുകാരെ എണീറ്റ് ലൈറ്റ് ഇട്ടോളും. അപ്പൊ അവർ ഓടിക്കോളും. വാ, ഒന്നും നോക്കണ്ട, തട്ടിക്കോ. വേഗാട്ടെ. തട്ടിക്കോ തട്ടിക്കോ. ലൈറ്റ് വന്നു. ഇപ്പൊ വാതിൽ തുറക്കും. ചിരിക്കട്ടെ. കാല്. അയ്യോ, കാല് കെട്ടത് കഷ്ടമായി. പറ്റുന്നില്ല. എങ്ങോട്ട്? കിട്ടി മുതലാളി, ഓടിക്കോ.